അങ്ങനെ എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റർ ക്ലബ്. ഇന്ന് നമ്മൾ വില്ലേജ് ഫുഡ് ഹണ്ടിന്റെ മറ്റൊരു യാത്രയിലാണ്. ഗ്രാമത്തിന്റെ മനോഹാരിതയിലൂടെ രുചിയുടെ വൈവിധ്യങ്ങൾ തേടി നമ്മൾ ഇന്നുള്ളത് തൊണ്ടിയിലാണ്. വോളിബോൾ ഇതിഹാസം ജിമ്മി ജോർജിന്റെ നാടാണ് തൊണ്ടി. നമ്മുടെ നാട്ടിൽ ആരാലും അറിയപ്പെടാതെ പോകുന്ന കുക്കിങ്ങിനോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക, അവരുടെ പാചക ശൈലി, മറ്റു വിശേഷങ്ങൾ, അവരുടെ സീക്രട്ട് റെസിപ്പീസ് നിങ്ങളെ അറിയിക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുക്കിങ്ങിനോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഷീബ ചേച്ചി. ഞങ്ങൾ സ്നേഹത്തോടെ ഷീബാമി എന്ന് വിളിക്കാം. ഷീബാമി, ഇന്ന് നമുക്ക് എന്താണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഷീബാമിയുടെ വീട്ടിലാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഷീബാമി. നമുക്ക് ഷീബാമി പരിചയപ്പെടാം. നമസ്കാരം. ശിവമ്മയുടെ വീട്ടിൽ ശിവമ്മ ഒരു അടിപൊളി പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര കാലം ഇവിടെ താമസം തുടങ്ങിയിട്ട്? 20 വർഷം. ഇവിടെ തന്നെയായിരുന്നു ജനിച്ചത്, വളർന്നതല്ല? കേരളത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി സ്ഥലം മാറി ഇങ്ങോട്ടേക്ക്. അങ്ങനെ അപ്പൊ ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹസ്ബൻഡ് പുറത്താണ്. മക്കളും പുറത്താണ്. മോന് അവിടെ ജോലി ചെയ്യുന്നു, മോള് ജർമ്മനിക്ക് പോയി. ഞാൻ ഈ അടുത്തിടയ്ക്കാണല്ലോ പോയത്. അപ്പോ ശിവമ്മയുടെ അഭിപ്രായത്തില് കുക്കിംഗ് ഒരു ഈസിയായ പരിപാടിയാണോ? അതേന്നാണ് പറയുന്നത്. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാണ് കേട്ടോ. കാരണം കുക്കിംഗ് ഒരു വളരെ കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു മാതൃകയാണ് ശിവമ്മ. അപ്പൊ നോൺ വെജ് ആണോ വെജ് ആണോ കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടം? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. എളുപ്പം? രണ്ടും എളുപ്പമാണ്. കുക്കിംഗ് എങ്ങനെ വന്നാലും കുക്കിംഗ് എളുപ്പമാണ്. അപ്പോ ഇന്ന് നമുക്ക് എന്ത് ഡിഷ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? നാടൻ ചിക്കൻ തീയൽ. നാടൻ ചിക്കൻ തീയൽ. അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. 2-3 സാധനങ്ങൾ മതി, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം. എന്നിട്ട് നാടൻ ചിക്കൻ തീയൽ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ശിവമ്മയുടെ അപ്പുറത്ത് സബോളയും തക്കാളിയൊക്കെ അരിയുന്നുണ്ട്. നീ അരിയാൻ പോയി കൈ മുറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പമുള്ള പരിപാടി എടുക്കുക. അപ്പോ ഇതാണ് നമ്മുടെ ശിവാമയുടെ പാചക പരീക്ഷണശാല. ഇവിടെ നിന്നാണ് ശിവാമി പുതിയ പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കുന്നതും ശിവാമയുടെ കുക്കിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്തിയെടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്ന നാടൻ ചിക്കൻ തീയൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് ശിവാമയോട് തന്നെ ചോദിച്ചറിയാം. അതായത് ഇപ്പൊ 1 കിലോ ചിക്കൻ, 1.5 കിലോ ചിക്കൻ, 3 സബോള കൊത്തി അരിഞ്ഞത്, തക്കാളി 2 എണ്ണം കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൊത്തി അരിഞ്ഞത്, കരിയാപ്പല, പച്ചമുളക്, പിന്നെ 2.5 സ്പൂണ് മുളക് പൊടി, 2.5 സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 തേങ്ങന്റെ പാല്, പിന്നെ വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്. ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് തന്നെ കുറച്ചും കൂടി വെച്ചു. മതി. എന്നോട് മാത്രമേ കഴിയൂ കേട്ടോ. താങ്ക് യു. ആദ്യം നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് എടുത്തിടാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം ഉപ്പിട്ടിട്ട് ഇതാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ശിവാമിയോട് ഇത്രയും കുക്കിംഗ് സ്കിൽസ് കിട്ടിയ പാരമ്പര്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചരിത്രമാണോ അമ്മയുടെ അടുത്തുനിന്നോ? ഇല്ല, എന്റെ പപ്പ കുക്ക് ചെയ്യുന്നതാ. എന്റെ പപ്പ നല്ല കുക്കിംഗ് റോബിൻസിന് അടിപൊളി സംഭവം. പപ്പയിൽ നിന്ന് പഠിച്ചതാണ് ഇതെല്ലാം കണ്ട്. സബോളയും ഉള്ളിയെല്ലാം വാടി നമുക്ക് തക്കാളി ഇടാം. കൂടെ പോയിട്ടോ. നമുക്ക് 2 കരിയാപ്പിലയും കൂടെ ഇടാം. 2 മതിയോ?
ലാസ്റ്റ് നമുക്ക് ഇടണല്ലോ. ഞാൻ ഡൗട്ട് ചെയ്യട്ടെ, ഈ കറിക്കകത്തിരുന്ന കറിവേപ്പില ശരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? ശരിക്കും ഭക്ഷ്യയോഗ്യമാണോ? അല്ല, അല്ല, കഴിക്കാൻ പാടില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മുടി വളരാനായിട്ട് കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ. അല്ല, ഇത് കഴിക്കാൻ ഉണ്ട്. നമ്മൾ ഈ കറി വിഷാംശങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതാണ് കരിയാപ്പില. അപ്പൊ അത് കഴിക്കാൻ പാടില്ല. ശരിക്കും കറിവേപ്പില കഴിക്കുമ്പോൾ മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതൊരു പുതിയ അറിവാണോ? തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികളില്ല. മുളക് പൊടി ഇടാം ആദ്യം. കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേന് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി, ഇച്ചിരി എണ്ണ കുറവുണ്ടെങ്കിൽ ലേശം എണ്ണ ഒഴിക്കണം. നമുക്ക് ഇച്ചിരി കുറവാണ്. തരാമല്ലോ. നമുക്കത് ഇനി ഇത് മൂത്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് ചിക്കൻ എടുത്തില്ല. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം. ആണോ? മസാലയുടെ അത് മസാല മൂത്ത് കഴിഞ്ഞപ്പോ ഇപ്പം ഈ രുചിയുള്ള ഭക്ഷണമൊക്കെ ഹസ്ബൻഡും മക്കളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പുറത്താണോ? നാട്ടിൽ കഴിക്കാൻ ബാക്കിയുണ്ടല്ലോ. അതെ, എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. കാരണം അവരോടൊന്ന് വെക്കുമ്പോ ചോദിക്കും എങ്ങനെയാ വെക്കുന്നതെന്ന്. പിന്നെ പറഞ്ഞു കൊടുക്കും. അത് വെച്ച് കഴിയുമ്പോ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. കഴിക്കട്ടെ? ഒഴിക്കും. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇത് വേണ്ടിത്തന്നെ നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാം. നമ്മളിതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ശിവാമി? വെളിച്ചെണ്ണ ഒഴിച്ചു, ഇട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇടും നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോ? മയം കിട്ടും നന്നായിട്ട്. ഇതൊക്കെ പുതിയ കേട്ടോ. ഇതൊക്കെ ഷീബാമയുടെ സീക്രട്ട് റെസിപ്പീസാണ്. നമുക്കിനി ചിക്കൻ വേവായോന്ന് നോക്കാം. ആയി കാണും. മുടി മാറ്റി നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ നമ്മുടെ ക്യാമറമാന്റെ വായിലൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം. കടുകും പച്ചമുളകും ചെറിയുള്ളി ഇട്ട് കടുക് പൊട്ടിച്ച് നമുക്ക് താളിച്ചിടാം. നമ്മുടെ കറി റെഡിയായി. ഓക്കെ, അപ്പം ചട്ടി വെക്കട്ടെ? കടുകിടാം. ഉള്ളി ഇടാട്ടോ. ചെറിയുള്ളി അല്ലേ? ചെറിയുള്ളി. മക്കളുടെ പേരൊക്കെ എങ്ങനെയായിരുന്നു? മോളുടെ പേര് എബി ചാക്കോ, മോളുടെ പേര് ഏഞ്ചൽ ചാക്കോ. എന്റെ പേര് എബിനല്ലേ? എല്ലാരും വിളിക്കുന്നത്. അതെ അല്ലേ? മോനെ വിളിക്കുന്ന അപ്പൂസ് എന്നാണ് വിളിക്കുന്നത്. മോളെ വിളിക്കുന്ന മാളൂട്ടി. വിളിക്കും. ജർമ്മനിൽ എന്ത് ചെയ്യോ? അവള് പഠിക്കാൻ പോയ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി. മോൻ അക്കൗണ്ടിങ്. ജീവാമി എങ്ങോട്ടാണ്? കുവൈറ്റിലേക്കാണോ അതോ ജർമ്മനിലേക്ക് മോളുടെ കൂടെയാണോ? ഇല്ല, എവിടെയും പോകുന്നില്ല. ഇവിടെ അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയും ഞാനും ഇവിടെ നിൽക്കാൻ വേണ്ടി. ഭാവിയിലേക്ക് പോവാണെങ്കിൽ കുവൈറ്റിലേക്ക് പോകും. ചേട്ടായി അടുത്തേക്കല്ലോ. അങ്ങനെ നമ്മള് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ ചപ്പാത്തി കിട്ടും. അപ്പൊ നമ്മുടെ ചിക്കൻ തീയിലും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്ഷമ കഴിച്ചാലോ? നമുക്ക് ഇത്ര ചപ്പാത്തിയോ? അതെ, നോക്കാം.
ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്ടോ. ശിവാമി വളരെ കഷ്ടപ്പെട്ട് വെച്ചോ. എല്ലാവർക്കും ഒരുപോലെ ഉപ്പ് വേണം. അമ്മച്ചിയുടെ അടുത്ത് അഭിപ്രായം വന്നിട്ടുണ്ട് ഉപ്പ് കുറവാണ്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് കറി? അടിപൊളിയായിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞ ഉപ്പൊക്കെ കറക്റ്റാട്ടോ. അല്ലേ എനിക്ക് ടേസ്റ്റ് കുറവാ. എന്റെ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം. ചപ്പാത്തി കഴിക്കാൻ ഇതിൽ ചോറ് കഴിക്കണോ? ഈ സാധനം എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി സവോളയും തക്കാളി ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. നാടൻ സാധനം മാത്രം മതി. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡിഷ്. ഈ ചിക്കൻ ബിരിയാണി വേറെ സ്പെഷ്യാലിറ്റി കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധാരണ ഞാനൊക്കെ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ അകത്ത് ഞാൻ ചിക്കൻ മസാല ഇടും. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ മസാല തൊട്ടിട്ടില്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ മസാല വേണ്ട, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ ആ തേങ്ങാപ്പാലൊക്കെ വച്ച് വന്ന തേങ്ങാപ്പാലിന്റെ നൈസ് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹോട്ടലുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചില്ലേ? ഹോട്ടലിൽ ഇതൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ശിവാമി ഇനി ഇതുപോലുള്ള പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കിയിട്ട് വിളിക്കണം. കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ ഞങ്ങൾ വിചാരിക്കുന്നു. ഏഞ്ചലും എബിനും ഹസ്ബൻഡ് ചേട്ടൻ എന്നായിരുന്നു തങ്കച്ചൻ 3 പേരും ഇത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വലിയ നഷ്ടമാണ്. അതന്നെ, അവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ. അല്ല, ഞാനുണ്ട്, എന്നെ വിളിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് കഴിക്കും. അപ്പോ ശിവാമി ഒത്തിരി നന്ദിയുണ്ട്. ഇത്രയും നല്ല വിഭവം ഉണ്ടാക്കി തന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ കൂടുതലായിട്ട് ഇതുപോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിളിക്കുക. ഓക്കെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. സ്വാഗതം. ആയിക്കോട്ടെ, ഇപ്പം കാണാം. ഇതുപോലുള്ള കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുക്കിങ്ങിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ സീക്രട്ട് റെസിപ്പീസ് ഞങ്ങളിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു രുചിയുടെ അനുഭവമായി വരുന്നതുവരെ ബൈ.